ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, 2 ധാവണി സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മീഷോന്ന്. അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിന് മുന്നേ ഞാൻ ധാവണി സെറ്റിൻ്റെ 2-3 വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നല്ല കമൻസും നല്ല വ്യൂസൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ആൾക്കാർ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് നല്ല റിസൾട്ടെന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. രണ്ടും ആർട്ട് സിൽക്കിൽ വരുന്ന ധാവണി സെറ്റാണ്. ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ചെയ്തിട്ടുള്ള ഒരു ധാവണി സെറ്റാണ്. പക്ഷേ ഇതല്ല ഞാൻ ബുക്ക് ചെയ്തത്, വേറൊരു കളറായിരുന്നു. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്കായിട്ട് അവരെനിക്ക് ഈ ഒരു കളറാണ് കേട്ടോ സെൻഡ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് പേര് ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ധാവണി സെറ്റിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കിട്ടുന്നില്ല ചേച്ചി, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അന്ന് ആ ഒരു ധാവണി സെറ്റിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പർപ്പിൾ അല്ലെങ്കിൽ മജന്ത കളറും അതേപോലെ ബോട്ടിൽ ഗ്രീൻ ബ്രൊക്കേഡ് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രൊക്കേഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ബ്രൊക്കേഡിൻ്റെ ആ ഒരു ഗോൾഡൻ കളറല്ല, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡല്ല, ഒരു കോപ്പർ ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ബ്രൊക്കേഡിന് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു സ്കേർട്ട് തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ. താഴത്തെ നമ്മുടെ ഒരു ബോർഡർ നല്ല ഹെവിയാണ്, മുകളിൽ ചെറിയ ഒരു ബോർഡറാണ് കേട്ടോ വന്നേക്കണം. ഒരു 3.5 മീറ്ററോളം ഒരു സ്കേർട്ട് തയ്ക്കാനുള്ള മീറ്റർ തുണി വരുന്നുണ്ട് കേട്ടോ. നല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണെങ്കിൽ നല്ലൊരു ഷൈനിങ് അല്ല, ആർട്ട് സിൽക്കാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത്. പിന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ, പിന്നെ ആ ബ്രൊക്കേഡിൻ്റെ ആ ഒരു വീതി, ഇതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് നല്ല നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് നിങ്ങൾക്ക് എന്താ പറയുക ജസ്റ്റ് വിടർത്തി കാണിക്കാൻ വേണ്ടിയാണ് ക്യാമറ ഒന്ന് സൂം ഔട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാണ് ഇരിക്കണത്. നമ്മളിത് തയ്പ്പിക്കുമ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒരുപാട് പേര് ധാവണി തയ്ച്ചിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ കണ്ടിട്ടാ, ഉത്സവ ടൈമിലൊക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 483 രൂപയാണ്. ഞാനിത് വാങ്ങിക്കണ സമയത്ത് 421 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്കാരിത് വാങ്ങിക്കുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. മീഷോ ആയതുകൊണ്ട് 7 days റിട്ടേൺ പോളിസി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, മെറ്റീരിയൽ കൊള്ളില്ല, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 രൂപയോ 15 രൂപയൊക്കെ കുറവുണ്ടാവും കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഓൺലൈൻ പർച്ചേസാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അതേപോലെ നമ്മൾ മിക്കപ്പോഴും മീഷോന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കോയിൻസൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ ഇത്തിരി കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ പീസ് വരുന്നത്. 1 മീറ്ററാണ് കേട്ടോ വരുന്നത്. നമ്മുടെ സെയിം ആർട്ട് സിൽക്ക് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. സെയിം ആ സംഭവമൊക്കെ തന്നെ കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ തയ്പ്പിക്കുന്ന ആ ഒരു ഇതിനനുസരിച്ച് നല്ല ഭംഗിയുണ്ടാവും. ഒരു 3/4 സ്ലീവ്സൊക്കെ വെച്ച് ചെറിയൊരു പഫൊക്കെ വെച്ചിട്ട് ആ ഒരു പുതിയ മോഡലില്ലേ ആ ഒരു രീതിയിലൊക്കെ തയ്പ്പിക്കുക കേട്ടോ ബ്ലൗസ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്കിതിൻ്റെ ദുപ്പട്ട നോക്കാം. ദുപ്പട്ട എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന ആർട്ട് സിൽക്കിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഒരുപാട് പേരൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് ഒരുപാട് ലെങ്ത് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ശരിയാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് നല്ല പൊക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിന് ഒരു ഇറക്കം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലിന് തൊട്ട് മുന്നേ വരെ നല്ല ഇറക്കം ചിലവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അത്രയും ഇല്ല കേട്ടോ. ഇത് നമുക്കൊരു മുട്ടിൻ്റെ അവിടം വരെ ഒക്കെ കിടക്കും മാക്സിമം, അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ ലെങ്ത്ത് വരുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് ഇതിൻ്റെ ആ ഒരു ധാവണിയുടെ അറ്റം നമ്മൾ കുത്തില്ലേ സൈഡിൽ പാവാടയോട് ചേർന്ന്, അത് നിങ്ങൾ ഒരുപാട് കയറ്റി കൊടുക്കണ്ട. ചെറിയ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് ചെറിയൊരു സൈഡ് മാത്രം നമ്മൾ വെച്ചാൽ മതി. വളരെ ചെറിയൊരു സൈഡ് കണ്ടില്ലേ, ഇത്ര മതി. ശരിക്കും ഇത്രയും പോലും വെക്കണമെന്നൊരു നിർബന്ധമില്ല. കുറച്ച് വളരെ ചെറിയൊരു അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മുട്ടിന് താഴെ അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് ഷോളിന് ഇറക്കം കിട്ടും. കണ്ടില്ലേ, ഇപ്പം ഞാനിത് പിടിച്ചേക്കണത് അത്രയും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഒരു സൈഡ് വശം മതി. ഈ ഒരു ഇത്രയും അറ്റത്ത് കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യണ്ട, നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ പിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ വയറ് കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റും. കാരണം ഈ ഒരു ദുപ്പട്ടൊക്കെ അത്യാവശ്യം നല്ല വീതിയും നീളമൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് സെയിം ഇതിൻ്റെ എൻഡ് ഇട്ടാ, ഞാനത് ഉടുത്തത് കൊണ്ടാണ് ഞാൻ പറയണത്. നമ്മൾ അറ്റം ചേർക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ വയറും കവർ ചെയ്ത് അറ്റം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഉടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ചെറിയ രീതിയിൽ ഉടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് ആ ഒരു ദുപ്പട്ട കിട്ടും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 483 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇത്രയാണ് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാ കാര്യങ്ങളും വരുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. പോലത്തെ ഒരെണ്ണം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ധാവണി സെറ്റ്. ഇതിൻ്റെ തന്നെ ഒരു 4 കളേഴ്സാണ് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത്, അത് മീഷോയിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടത്. ഒന്ന് ബ്രൗൺ കളർ വരുന്നതുണ്ട്, ഒരു യെല്ലോ കളർ വരുന്നതുണ്ട്, പിന്നെ ഗ്രീൻ കളർ വരുന്നതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചത് ഈ ഒരു മജന്തയും ഡാർക്ക് ഗ്രീനും അതേപോലെ തന്നെ ഒരു വയലറ്റും പിന്നെ ഒരു മെറൂൺ കളറിലെ ബ്രൊക്കേഡ് വരുന്നതാണ് ഞാൻ രണ്ടാമത് വാങ്ങിച്ചത്. ഇതാണ് കേട്ടോ നമ്മൾ രണ്ടാമത് ഞാൻ വാങ്ങിച്ചത്. ഇതും നല്ല രസമുണ്ട് കേട്ടോ, കാരണം നല്ല കളർ കോമ്പിനേഷനാണ്. അങ്ങനെ കുറേ പേരൊന്നും അങ്ങനെ ഉടുത്ത് കാണാത്ത, അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആരുടെയും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്, നല്ല ഡാർക്ക് ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്കത് ട്രൈ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. എല്ലാ സ്കിൻ ടോണുകാർക്കും നല്ല ഭംഗിയായിട്ട് ചേരും കേട്ടോ ഇങ്ങനത്തെ കളേഴ്സൊക്കെ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറിൽ നല്ല ഒരു എന്താ പറയുക, മെറൂണും റെഡും കൂടി ചേർന്ന് മിക്സ്ഡ് ആയിട്ടൊരു കളർ എന്ന് വേണമെങ്കിൽ പറയാം ബ്രൊക്കേഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്രൊക്കേഡ് കോപ്പർ ഷെയ്ഡിലാണ് വന്നേക്കണത് കേട്ടോ. പക്ഷെ ആ ഒരു കോപ്പർ ഷെയ്ഡ് നമ്മൾ നേരത്തെ കണ്ടതിന് അത്ര എടുത്തറിയില്ല. ഇത് ഇത്തിരി ഗോൾഡൻ ഷെയ്ഡ് ഇത്തിരി എടുത്തറിയുന്നുണ്ട്, കാരണം ആ ഒരു കളറിൻ്റെ ഇതാണെന്ന് തോന്നുന്നത്. ആ ഒരു കളർ തന്നെ റെഡും മെറൂണും കൂടി ചേർന്നതായതുകൊണ്ട് ഇത്തിരിയും കൂടി ഷൈനിങ് ഉണ്ട് കേട്ടോ ബ്രൊക്കേഡിന്. അപ്പോൾ ഇത് ആർട്ട് സിൽക്കിലാണ് മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3.5 മീറ്ററോളം സ്കേർട്ടിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് കണ്ടില്ലേ, നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെയാണ്, ആർട്ട് സിൽക്കിലാണ് വരുന്നത്. 1 മീറ്ററാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മളിതിൻ്റെ ബ്ലൗസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തയ്പ്പിക്കുക. ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ തയ്പ്പിക്കുക കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ഷോൾ കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഷോൾ ഇതാ ഈ ഒരു കളറാണ്, അത് നമ്മുടെ ആ ഒരു ബ്രൊക്കേഡിൻ്റെ അതേ സെയിം കളറാണ് വന്നേക്കുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ കളറിൽ ഒരു വട്ടത്തിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ പോലെ എന്താ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ, നല്ല എന്താ പറയുക, ആർട്ട് സിൽക്കാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും കാണാനായിട്ട്. ഈ ഒരു ഷോളും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. ഒരു 2.5-3 മീറ്ററോളം ഇതിൻ്റെ എന്താ പറയുക ഷോളിൻ്റെ മീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോൾ ഇരിക്കുന്നത്. ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വിയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.